യേശുവിൻ പാദത്തിൽ ആശ്ലേഷം ചെയ്യുവവൻ രക്ഷിക്കും വിടവിൽ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സഭ ഇന്ന് യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിന് ഓർക്കുന്ന ദിവസമാണ്. ആദ്യജാതനായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്ന മോശയുടെ ന്യായപ്രമാണപ്രകാരം യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിൻ്റെ വിവരണമാണ് ലൂക്കോസ് 2:22 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. മാതാപിതാക്കൾ ദേവാലയത്തിൽ സമർപ്പിച്ച യേശു വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവന്മേലുണ്ടായിരുന്നു. ലൂക്കോസ് 2:40. പ്രസവം കഴിഞ്ഞ് ശുദ്ധീകരണ കാലം തികയുമ്പോൾ ന്യായപ്രമാണപ്രകാരം പ്രത്യേകമായ യാഗത്തോടെ അർപ്പിക്കേണ്ട ചടങ്ങാണ് കുഞ്ഞുങ്ങളുടെ സമർപ്പണം. അങ്ങനെ യേശുവിൻ്റെ മാതാപിതാക്കന്മാർ യേശുവിനെയും ദേവാലയത്തിൽ സമർപ്പിക്കാൻ കൊണ്ടുപോകുന്നു. ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനു വേണ്ടി കാത്തിരുന്ന ശിമെയോൻ യേശു പൈതലിനെ ഈ സമയം കയ്യിലെടുത്ത് ദൈവത്തെ പുകഴ്ത്തി പറയുന്നത്, നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ലൂക്കോസ് 2:28 മുതൽ 31 വരെ. പ്രവാചകിയായ ഹന്നയും ശിമെയോനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. 2:38. യേശു ദൈവത്തിനായിരുന്നുവെങ്കിലും മാതാപിതാക്കന്മാർ തങ്ങൾക്ക് ലഭിച്ച ദൈവത്തിൻ്റെ ദാനമായ യേശുവിനെ ദൈവത്തിന് സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിക്കപ്പെട്ട യേശുവാണ് വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ടത്, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നത്. ലൂക്കോസ് 2:52. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപ നാമും നമ്മളുടെ മക്കളും അനുഭവിക്കുന്നില്ല എങ്കിൽ അതിന് കാരണം നാം നമ്മെയും നമ്മുടെ മക്കളെയും ദൈവത്തിനായി സമർപ്പിച്ചിട്ടില്ല എന്നതാണ്. ശമൂവേൽ ബാലനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനെ പറ്റി 1 ശമൂവേൽ 1:19 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. ഏറിയ കാലം കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഹന്നയുടെ പ്രാർത്ഥനയാൽ ലഭിച്ച പൈതലിന് അവർ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക മാത്രമല്ല, യഹോവയ്ക്കായി നിവേദിക്കുകയും ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായി തീരുകയും ചെയ്തു. 1 ശമൂവേൽ 1:28. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള പ്രവൃത്തികൾ നാം ചെയ്യുമ്പോൾ ദൈവത്തിൽ സമർപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മയും നമുക്കുള്ളതിനെയും ദൈവം നമുക്ക് നൽകുന്ന എല്ലാറ്റിനെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതിൽ കൂടി നാം കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവായി അംഗീകരിക്കുകയാണ്. നമ്മുടെ കർത്തൃത്വം അഥവാ ഉടമസ്ഥത ദൈവത്തെ ഏൽപ്പിക്കുന്നതാണ് സമ്പൂർണ്ണ സമർപ്പണം. വിശ്വാസ സമൂഹം ദൈവത്തെ ആരാധിപ്പാനായി വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് ആയിരിക്കണം. റോമർ 12:1-2. ഇതാണ് ബുദ്ധിയുള്ള ആരാധന. മുൻപ് നാം നമ്മളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി, അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കാം. റോമർ 6:19. ദൈവഹിതം ചെയ്യുവാനായി നമ്മെ സമർപ്പിക്കുന്നതാണ് ബുദ്ധിയുള്ള ആരാധന. വെറും സ്തുതികളും സ്തോത്രങ്ങളും ആയി ആദരസമർപ്പണമായ ആരാധന നമുക്ക് വേണ്ട. നമ്മുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിക്കുക എന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതാണ്. ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട യേശു പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ലൂക്കോസ് 2:40. ഇവിടെ യേശുവിനുണ്ടായത് സമഗ്രമായ വളർച്ചയാണ്. ശാരീരികമായി വളർന്നു, മാനസികമായി വളർന്നു, ആത്മീയമായും വളർന്നു. ലൂക്കോസ് 2:52 ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു എന്ന് പറയുമ്പോൾ അത് സാമൂഹികമായ വളർച്ചയെ സൂചിപ്പിക്കുകയാണ്. ഫിസിക്കൽ, മെൻ്റൽ, സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ ഗ്രോത്ത്. നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടത് ഈ സമഗ്രമായ വളർച്ചയാണ്. സമർപ്പണത്തിൽ കൂടി സമഗ്രമായ വളർച്ചയാണ് നമുക്ക് ലഭിക്കുന്നത്.
സമർപ്പണം ആശ്രയത്തെ സൂചിപ്പിക്കുന്നു. നാം ദൈവത്തിനായി സമർപ്പിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സങ്കീർത്തനം 118, 8, 9 വാക്യങ്ങൾ. ദൈവകരങ്ങളിൽ നാം സമർപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മെ നടത്തുന്നത് ദൈവം തന്നെ ആയിരിക്കും. അപ്പോൾ യഹോവയായ ദൈവത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ദിവസവും സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയും. സങ്കീർത്തനത്തിൽ വീണ്ടും പറയുന്നു, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. 118, 24 വാക്യം. പിതാവായ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട യേശു സമഗ്രമായി വളർച്ച പ്രാപിച്ചു. ഇതേ വിധത്തിൽ നാമും മക്കളെ ദൈവത്തിനായി സമർപ്പിക്കുമെങ്കിൽ അവരിലും ഈ സമഗ്രമായ വളർച്ച ഉണ്ടാകും. കർത്താവെ, ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച് സമഗ്രമായ വളർച്ച പ്രാപിപ്പാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ. പൈതങ്ങളെ വാഴുവൻ, ഓഷന്ന പാടുവൻ, യേശു